ധൈര്യം വിശ്വാസമില്ലായിരുന്നു ഒന്നിലും. കുട്ടിക്കാലം മുതലേ അച്ഛൻ പഠിപ്പിച്ചു തരാൻ ശ്രമിക്കുമ്പോഴൊക്കെ പേടിയായിരുന്നു. പിന്നെ നിനക്ക് വേണമെങ്കിൽ തിരിച്ചു പോവാം. എന്തായാലും മഹേശ്വരി യോഗിയെ കാണാതെ ഇനി എനിക്കൊരു മടക്കം ഉണ്ടാവില്ല. അതിന് ഇനി എന്ത് തടസ്സം ഉണ്ടായാലും വീട്ടാൻ സാധിച്ച അത്രയെങ്കിലും ആയില്ലേ. ജീവിതം കൈവിട്ടു പോവാ എന്റെ ദാമുവേട്ടാ. എല്ലാം ഇട്ടെറിഞ്ഞ് വല്ല കാശിക്കോ രാമേശ്വരത്തോ പോയി ഭജന ഇരുന്നാലോ. ഇല്ല, ഞാൻ ഇത്രയും നാളെ നിങ്ങൾ എവിടെയായിരുന്നു? അവനെ കൊല്ലാൻ വരാൻ നോക്കിയവനല്ലേ നിങ്ങള്? അവനെ എല്ലാം നഷ്ടപ്പെടുത്തി സംരക്ഷിച്ചവനാ ഞാൻ. മോളെ, ഇതിനേക്കാൾ 4 ഇരട്ടിയുള്ള കോളേജിൽ 4-5 വർഷം പഠിച്ചവനാ ഞാൻ. തന്നേക്കാൾ സൗന്ദര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അവിടെ. അവരോട് ആരോടും തോന്നാത്ത ഇത് തന്നോട്. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി പോരാടിയ ഒരു രാജാവിന്റെ വേഷം, സാക്ഷാൽ വിക്രമാദിത്യന്റെ. എങ്കിലും നിന്നെ കൈവയ്ക്കുമല്ല. പോലീസ് മറ്റാളൊക്കെ ഞാനും കുറെ കണ്ടതാ. എന്നെ സാർ കാക്കി പോട്ട് വരട്ടെങ്കിലാ. കൈക്കൂലിക്ക് വേണ്ടിയാണ് എന്നെ പിടിച്ചതെങ്കിൽ 5 പൈസ എന്റെ കയ്യിൽ നിന്ന് വിട്ടു വിചാരിക്കണ്ട. കേരള പോലീസ് കെട്ടിക്കങ്ങളാ തൊട്ട്. സത്യത്തിൽ നന്ദി പറയേണ്ടത് ഞാനല്ലേ തമ്പുരാനെ. സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഈ കൊട്ടാരത്തില് കുറച്ചു ദിവസമെങ്കിലും താമസിക്കാൻ കഴിഞ്ഞു തന്നെ ഒരു മഹാ